ഗാനം സിനിമാസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. നാട്ടിൽ പോയപ്പോൾ കണ്ട ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു സിനിമയായിരുന്നു സുമതി വളവ്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളൊരു 4th പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ലൈക്കും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. അങ്ങനെ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനിടയായത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെയാണ് നമുക്കൊരു വ്യൂ കിട്ടാനായിട്ട് അവിടെ നിന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു, ട്രെയിനെല്ലാം വാച്ച് ചെയ്തു. ചിങ്കാരിക്ക് ഇവിടെ ജർമ്മനിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിൽ പോയതും അതുപോലെ തന്നെ ഈ ട്രെയിനൊക്കെ കണ്ടതും. ആൾക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് സമയപരിമിതി മൂലം ട്രെയിനിലൊന്നും പോകാനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഒരു വല്യപ്പൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ പോളൂട്ടനും ആൻഡ്രിയ അതുപോലെ തന്നെ മിന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. പോളൂട്ടൻ നാട്ടിൽ തന്നെയാണ്. ആൻഡ്രിയയും മിന്നുവും ദുബായിലാണ്. അവർ ദുബായ് അല്ല, പ്രോപ്പർ എക്സാക്ട്ലി അവർ അബുദാബിയിലാണ്. അപ്പോൾ അവരും വെക്കേഷന് വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരുപാട് നേരം അവരുമായിട്ട് കളിച്ചും രസിച്ചും ഇതുപോലെ തന്നെ ബാഡ്മിൻ്റനും അതുപോലെ ബോളും ഒക്കെ ഇട്ടിട്ടുള്ള കളികളൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. സംഭവം ഈ ഒരു കളി കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴാണ് ചിങ്കാരിക്ക് അതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത്. പിന്നീട് ആൾക്ക് ഒരുവിധം കളിയൊക്കെ മനസ്സിലായി, കാര്യങ്ങളൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. Secret dreams and simple thrills, each moment painted in golden hues. First it gave us 1,000 clues. Oh, first days of first ways, Chinkari giggles and sunny rays. Bullet and Andrea, Minu too, Eric's jokes and memories grew. We packed our bags, the sun was high, the thrists are calling, the days were... പിന്നീട് അവരുടെ കൂടെ എല്ലാവരുടെയും ഒരു സെൽഫി ഫോട്ടോയും എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ചാനലിലെ കാര്യം ആരും മറക്കരുത്. നമ്മൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമൻസും ലൈക്സും എല്ലാം നമ്മളിവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ന്യൂ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വളരെയധികം താങ്ക്സ്. എയർ ഇന്ത്യയുടെ വീഡിയോ ഒക്കെ ഇട്ടതിന് പലരും നല്ല രീതിയിൽ കമൻസും അഭിപ്രായങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വലിയൊരു ബിഗ് താങ്ക്സ്. പിന്നീട് ഞങ്ങൾ പോയത് എസ്തറിൻ്റെ വീട്ടിലേക്കാണ്. എസ്തറും എറിക്കുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ പുതിയതായിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴാണ് എസ്തറിൻ്റെ സൈക്കിൾ അവിടെ കണ്ടത്. അവരുടെ സൈക്കിൾ വെക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. സൈക്കിൾ ചവിട്ടാനും അതുപോലെ തന്നെ അവിടെ നടന്നുമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നീട് ഫ്ലാറ്റിലേക്ക് പോയി ഉഗ്രൻ കളികളായിരുന്നു അവിടെയുള്ളത്. അവർ തന്നെ അവരുടെ ബുക്കിൽ വരച്ചുണ്ടാക്കിയ ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ കളികൾ. അവിടെയും കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവിടെ നിന്നും തിരിച്ചു പോന്നു. എറിക്കും എസ്തറും അതുപോലെ തന്നെ എവലിനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇവർ ഒരു കൊല്ലത്തിന് ശേഷമാണ് എല്ലാവരും കണ്ടത്. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം ഞങ്ങൾ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണിത്. സംഭവം KSRTC ബസ് കാണിക്കാനല്ല, നമ്മുടെ ഈ ഒരു വർക്ക് നടക്കുന്ന സൈറ്റ് കാണിക്കാനാണ് ഞാൻ എടുത്തത്. ഞാനല്ല കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്യാണ്. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ക്യാമറ എടുത്തത്. ഈ കാണുന്ന പാലം എന്നാണോ പണി തീരാന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഈ കാണുന്ന വർക്കൊക്കെ കാരണം കൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാനും അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെ പാലം പണിയുടെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് എന്നെങ്കിലും എപ്പോഴെങ്കിലും തീരട്ടെ, അല്ലാതെ എന്താ പറയാല്ലേ. നമ്മൾ പിറ്റേ ദിവസം പോയത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ആ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ എണ്ണപ്പനത്തോട്ടമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന്. സർപ്രൈസൊന്നുമില്ല, നമ്മൾ പോകുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ്. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്
ഒരുപാട് നാളത്തെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ചിങ്കാരിക്ക് ഇതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെല്ലാം പോയി അടിച്ചു പൊളിക്കണം എന്നുള്ളത്. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് ട്രിപ്പുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് തന്നെയായി ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ അതിരപ്പള്ളി സൈഡിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്ര അടിപൊളിയായിരുന്നു. അതിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം കണ്ടുമുട്ടാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.